ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി മുതൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള 50% തീരുവ, അതായത് 25% സാധാരണ തീരുവയും ആ 25% ഒരു പിഴ തീരുവയുമായും ചുമത്തിയത് നിങ്ങൾക്കറിയാം. അത് 27-ാം തീയതി മുതൽ ഏതാണ്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആ പ്രാബല്യത്തിൽ വന്നതിനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യ ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഭൗമരാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ മറ്റൊരു ചേരിയിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ്റെ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ചൈനീസ് പ്രധാനമന്ത്രി ഞായറാഴ്ച കാണാൻ പോകുന്നു. അതിനുശേഷം റഷ്യയുടെ വ്ളാദിമിർ പുടിനെയും ഒക്കെ കാണാൻ പോകുന്നു. ഇത് പ്രധാനമന്ത്രി വെറുതെ കൂടി ചെന്ന് നേരിട്ട് കാണുന്നതല്ല. അതിന് മുൻപ് തന്നെ അജിത് ഡോവലും ജയശങ്കറും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിസിറ്റുകൾ നടത്തിക്കൊണ്ട് നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റു പല രാജ്യങ്ങളുടെയും വിപണികളും മാർക്കറ്റുകളും ഒക്കെ തന്നെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഇത്തരത്തിൽ അമേരിക്കയോട് നേരത്തെ അടുത്തു നിന്നിരുന്ന ഒരു രാജ്യമാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് അടുത്തു നിന്ന് മാറിക്കൊണ്ട് നമ്മൾ നമ്മുടെ നിരന്തര വൈരിയായി കണ്ടിരുന്ന ചൈനയോടും അതുപോലെ തന്നെ എൽക്കാലത്തെയും മിത്രമായി കണ്ടിരുന്ന റഷ്യയോടുമൊക്കെ നമ്മൾ അടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് വലിയ തോതിൽ ഇന്ത്യക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് ഈ തീരുവ എന്നുള്ള കാര്യത്തിലൊന്നും ഒരാൾക്ക് സംശയമുണ്ടാവില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രം തീർച്ചയായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ അതിനെ അതിജീവിക്കും എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിവേഗം വളർന്നുകൊണ്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമികളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 6 മുതൽ 8% വരെ ആയിരുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ തന്നെ ഈ അമേരിക്കൻ ഇക്കോണമി പോലും ഏതാണ്ട് 3% താഴെയാണ് വളർന്നുകൊണ്ടിരുന്നത്. നമ്മളുടെ അടുത്തെങ്കിലും വരുന്ന വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ടിരുന്നത് 5.6% വരുന്ന വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ടിരുന്നത് ചൈനീസ് എക്കോണമിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മുടെ മൊത്തം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വെറും 3.7 ട്രില്യൺ മാത്രമാണ്. വെറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വെറും എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കഴിയുക. ആ 3.7 ട്രില്യൺ എന്ന് പറയുന്ന ഒരു എക്കോണമിയാണ് നമ്മുടേതെങ്കിൽ ചൈനയുടെ ഇക്കോണമി എന്ന് പറയുന്നത് ഏതാണ്ട് 17 ട്രില്യണും മുകളിലാണ് എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഏതാണ്ട് ഒരു 5 ഇരട്ടിയിലധികം വലിയ ഇക്കോണമിയാണ്. പക്ഷേ ഇതിനേക്കാൾ വീണ്ടും ഏതാണ്ട് 10 ട്രില്യണോളം കൂടുതലാണ് US-ൻ്റെ ഇക്കോണമി എന്ന് നിങ്ങൾക്കറിയണം. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 27-28 ട്രില്യണോളം വരും. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചൈനീസ് ഇക്കോണമിയേക്കാളും ഏതാണ്ട് 10 ട്രില്യൺ കൂടുതലാണ്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കോണമി പോലെയുള്ള 3 എക്കോണമികൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടുതൽ വ്യത്യാസമുണ്ട് ചൈനയുടെ ഇക്കോണമിയായിട്ടും അതുപോലെ അമേരിക്കയുടെ ഇക്കോണമിയായിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ ചൈനയുമായി ബന്ധമുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുമായിട്ട് അവിടേക്ക് നമുക്ക് കയറ്റുമതികളൊന്നും കൂടുതൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ബദൽ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് ചേരികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ വലിയ തോതിൽ ഇത് വിലങ്ങുതടിയാകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ചില സംഘപരിവാർ ഹാൻഡലുകളും BJPയുടെ അന്ധമായ ആരാധകരും ഒക്കെ പറഞ്ഞിരുന്നത് പോലെ ഇത് നമുക്കൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ 8,600 കോടി US$ എക്സ്പോർട്ടാണ് നമ്മൾ അങ്ങോട്ട് നടത്തുന്നത്. എന്നാൽ അതിൽ 6,000 കോടിയിലധികം വരുന്ന പ്രൊഡക്റ്റുകളെയും ഇത് ബാധിക്കും ഈ തീരുവ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചില കാര്യങ്ങൾക്ക് അവർ ഈ തീരുവ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് സെക്ടറുകളിൽ, അതുപോലെ തന്നെ ചില മെഡിസിൻസിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ തീരുവയില്ല. മെഡിസിൻസിൻ്റെ കാര്യത്തിൽ ഈ തീരുവയില്ലാത്തതിൻ്റെ കാര്യം അത് അമേരിക്ക കൂടി വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. കാരണം അമേരിക്കയിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിൽ 10 എണ്ണത്തിൽ 4 എണ്ണത്തിലും ഇന്ത്യയിൽ നിന്ന് വരുന്നിട്ടുള്ള ഈ പറയുന്ന പോലെ ജനറിക് ആയിട്ടുള്ള മെഡിസിൻസാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യ ഏറ്റവും ഫാർമസ്യൂട്ടിക്കലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ ഒരു രാജ്യം കൂടിയാണ് മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് API എന്ന് പറയുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ മഹാഭൂരിപക്ഷവും ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയുടെ എക്സ്പോർട്ട്, അതായത് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത്, ഇന്ത്യയുടേത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് സർപ്ലസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അത് 46 ബില്യൺ US$-ൻ്റേതാണെങ്കിൽ ചൈനയുടേത് 1 ട്രില്യൺ സർപ്ലസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയുമായിട്ടുള്ള. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന എന്ന് പറയുന്നത്. പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു ബൈയിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അവിടുത്തെ ജനസംഖ്യ കുറവാണെങ്കിൽ പോലും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ നമ്മൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടും എന്നുള്ളതൊരു വാസ്തവമാണ്.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പക്ഷേ ഒരു ബദൽ ചേരികൾക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചൈനയുമായിട്ട് അടുക്കാൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചെറുതായിട്ടെങ്കിലും അമേരിക്കയെയും അലോസരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ അമേരിക്കയെ അലോസരപ്പെടുത്തിയതിൻ്റെ ചില കണക്കുകൾ അല്ലെങ്കിൽ ചില വാചകങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു അഡ്വൈസറാണ് പീറ്റർ നവാരോ എന്ന് പറയുന്ന ഒരാൾ. ആ പീറ്റർ നവാരോ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞൊരു വാചകം, ഇന്ത്യ ക്യാൻ ഗെറ്റ് എ 25% ഓഫ് ടുമാറോ ഇഫ് ഇറ്റ് സ്റ്റോപ്സ് ബൈയിങ് ദ റഷ്യൻ ഓയിൽ. റഷ്യയുടെ ഓയിൽ മേടിക്കുന്നത് നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ ഇപ്പം തന്നെ നാളെ രാവിലെ മുതൽ തന്നെ നിങ്ങൾക്ക് 25% കുറച്ച് തരാം. ഇൻസ്റ്റെഡ് ഓഫ് സൈഡിങ് ദ ഡെമോക്രസികളുടെ ഒപ്പം നിൽക്കുന്നതിന് പകരം യു ആർ ഗെറ്റിംഗ് ഇൻ ബെഡ് വിത്ത് അതോറിറ്റേറിയൻസ് എന്നാണ്. നിങ്ങൾ ഈ പറയുന്ന അധികാരമുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുന്നു, ഡെമോക്രസി ഇല്ലാത്ത രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അടുത്തതിൽ അദ്ദേഹം പറയുന്നത്, യു ഹാവ് ബീൻ ഇൻ എ ക്വയറ്റ് വാർ വിത്ത് ചൈന ഫോർ ഡിക്കേഡ്സ്. നിങ്ങൾ പതിറ്റാണ്ടുകളായി ചൈനയുമായിട്ട് യുദ്ധത്തിലായിരുന്നു. ചൈന ഇൻവേർഡഡ് അക്സൈചൻ ആൻഡ് ഓൾ യുവർ ടെറിട്ടറി. നിങ്ങളുടെ അക്സൈചൻ മേഖലയിലേക്കും മറ്റ് ടെറിട്ടറികളിലേക്കും ഒക്കെ ചൈന കടന്നു കയറിയിട്ടുണ്ട്. ദേ ആർ നോട്ട് യുവർ ഫ്രണ്ട്സ്, അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. ആൻഡ് റഷ്യ കമോൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം ആദ്യം നടത്തിയിട്ടുള്ളത്. ഇത് ചൈനയെക്കുറിച്ചാണ്. പിന്നെ റഷ്യയെക്കുറിച്ചും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അടുത്തത് അദ്ദേഹം പറയുന്നത്, ഐ ആം പസിൽഡ് ബിക്കോസ് മോദി ഈസ് എ ഗ്രേറ്റ് ലീഡർ എന്നാണ്. മോദി വലിയ ലീഡറാണ്. ദിസ് ഈസ് എ മെച്യൂർഡ് ഡെമോക്രസി വിത്ത് മെച്യൂർഡ് പീപ്പിൾ റണ്ണിങ് ഇറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകൾ നയിക്കുന്ന മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രസിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ലൈറ്റ് പുകഴ്ത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, വാട്ട് ഈസ് ട്രബിളിങ് മീ ഈസ് ദാറ്റ് ദ ഇന്ത്യൻസ് ആർ സോ അറഗൻറ്റ് അബൌട്ട് ദിസ്. എന്തിനാണ് ഇന്ത്യൻസ് ഇത്രമാത്രം വാശി പിടിക്കുന്നത്, ഇത്രമാത്രം അറഗൻ്റ് ആകുന്നത് ഈ കാര്യത്തിൽ? അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. ദേ സേ, ഓ വി ഡോണ്ട് ഹാവ് എ ഹയർ താരിഫ്സ്. നമ്മൾക്ക് ഈ പറയുന്ന പോലെ എന്താണ്, വി ഡോണ്ട് ഹാവ് എ ഹയർ താരിഫ്സ്. ഓ ഇറ്റ് ഈസ് അവർ സോവറിറ്റി. ഇത് ഞങ്ങളുടെ പരമാധികാരമാണ്. വി ക്യാൻ ബൈ ഓയിൽ ഫ്രം എനിവെയർ വി വാണ്ട്. ഞങ്ങൾക്ക് എവിടെ നിന്നും വേണമെങ്കിൽ ഓയിൽ വാങ്ങാം എന്ന് ഇന്ത്യക്കാർ ഇത്രത്തോളം വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് പീറ്റർ നവാരെ എന്ന് പറയുന്ന അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെ അഡ്വൈസ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് സ്ലൈറ്റ്ലി ആണെങ്കിലും ഇത്തരത്തിൽ ഇന്ത്യയുടെ ചേരി മാറ്റം അമേരിക്കയും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് ചുരുക്കം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നമ്മൾ അതിജീവിച്ചേ മതിയാവൂ. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ശാക്തിക ബലാബലത്തിൽ ചേരികളിലേക്ക് മാറ്റമുണ്ടായേ പറ്റൂ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും ഇന്ത്യ തിരിച്ചറിഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പേ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ബംഗ്ലാദേശും അതുപോലെ തന്നെ ഈവൻ ശ്രീലങ്കയും നേപ്പാളും നിരവധി നമ്മുടെ ചുറ്റുമുള്ള അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ ഇന്ത്യയുടെ നിലപാടിനൊപ്പമായിരുന്നില്ല എന്നും പകരം അവരെല്ലാവരും തന്നെ പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നുമാണ്. പക്ഷേ ഇവിടെയും എനിക്കൊരു വലിയ സംശയമുള്ളത്, നമുക്ക് എത്രത്തോളം ചൈനയോട് അടുക്കാൻ പറ്റും, എത്രത്തോളം ചൈനയോട് ചേർന്ന് നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മ്യാൻമർ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ ഇവിടെയെല്ലാം തന്നെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണെന്ന് മാത്രമല്ല, മ്യാൻമർ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് പല ഗ്രൂപ്പുകളെയും സൃഷ്ടിക്കുന്നതിൽ പോലും ചൈന ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് സംശയമുള്ള സമയത്ത് ഈ പറയുന്ന ചൈനീസ് പ്രധാനമന്ത്രിയായി കൂടിക്കാഴ്ച നടത്തുന്നതും ഇത്തരത്തിൽ ബിസിനസ് ബന്ധങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വ്യാപിപ്പിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ അതിനും അപ്പുറത്ത് അവരെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയും ചൈന എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇനി ഇത് കൂടാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും നേരത്തെ പറഞ്ഞ താരിഫുകൾ വലിയ തോതിൽ പ്രത്യാഘാതം ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം എന്നുള്ളത് കൂടിയാണ് ഇന്ത്യ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ജോലികൾ ചെമ്മീൻ്റെ എക്സ്പോർട്ടുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഗുജറാത്തിൽ ഡയമണ്ടിൻ്റെയും ജ്വല്ലറിയുടെയും വ്യാപാരം ഏതാണ്ട് കുടിൽ വ്യവസായം പോലെ നടന്നുകൊണ്ടിരുന്ന വ്യാപാരത്തിൽ തന്നെ നിരവധി ആളുകൾ, ഒരു 2 ലക്ഷത്തിലധികം ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ജോലികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ട്രംപ് ഇത് കുറച്ചുകൂടി കടുപ്പിച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ രംഗത്തും അതുപോലെ ടെക്നോളജി രംഗത്തുമുള്ള ജോലികൾ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ എന്തിനാണ് ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന പോലെ ഫാക്ടറികൾ പണിതിരിക്കുന്നത് എന്ന് ട്രംപ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു പല കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈലിങ് ഈ പറഞ്ഞ ഫിഷ് എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രികളടക്കം ചെമ്മീൻ കയറ്റുമതികളടക്കം നിരവധി കാര്യങ്ങളെ ഇത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യ വലിയൊരു ചുവടുമാറ്റം നടത്തിയിരിക്കുന്നു. ഇന്ത്യ ജപ്പാനുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും ശ്രീലങ്ക ഈവൻ ചൈനയുമായിട്ടും അതുപോലെ റഷ്യയുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് മറ്റു വലിയ വിപണികൾ കൂടി തുറക്കാനും ആ വിപണികൾ തുറന്നുകൊണ്ട് ഇന്ത്യയിലെ ഇക്കണോമിക് ഗ്രോത്തിനെ തടസ്സപ്പെടുത്താതെ 6 മുതൽ 8
8% വരെയുള്ള ഇക്കണോമിക് ഗ്രോത്ത് ഉള്ള ഒരേ ഒരു രാജ്യമാണ് ഏറ്റവും ആദ്യത്തെ 5 സാമ്പത്തിക വ്യവസ്ഥകളിൽ ഇന്ത്യ. അമേരിക്കക്ക് പോലും 3% താഴെയുള്ളൂ. 5.6% മാത്രമാണ് ചൈനക്കുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ ആ ഗ്രോത്തിനെ പുറകോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്ലസ് ഇന്ത്യൻ ഇക്കോണമിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരങ്ങൾ കൂടി ഉയരും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇന്ത്യ അമേരിക്കയോടൊപ്പം നിന്ന് ഒരു ചേരി മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും നയതന്ത്ര പോളിസികൾക്കൊക്കെ തന്നെ പാളിച്ച പറ്റിയോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 കൊല്ലങ്ങളായി ഏതാണ്ട് 75-ലധികം രാജ്യങ്ങൾ 86ഓളം വിസിറ്റുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് നമുക്കറിയാം മുംബൈ അറ്റാക്ക് ഉണ്ടായപ്പോഴും മറ്റു പല സന്ദർഭങ്ങളിലുമൊക്കെ തന്നെ ബറാക്ക് ഹുസൈൻ ഒബാമ പോലെയുള്ള പല അമേരിക്കൻ പ്രസിഡന്റുമാരും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ ഡിഫൻഡ് ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന നിലപാടുകളാണ് എടുത്തിരുന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു പ്രധാനമന്ത്രി അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് ട്രംപിന് വേണ്ടി ഇന്ത്യൻ സമൂഹത്തോട് വോട്ട് ചോദിക്കുന്നത് നമ്മൾ അമേരിക്കയിൽ കണ്ടു. അത്തരമൊരു എക്സ്റ്റൻഷനിലേക്ക് ഒരു പ്രധാനമന്ത്രിയും പോയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പോയിട്ട് പോലും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിക്ക് സ്വീകരണം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യൻ സർക്കാർ അവരുടെ ജനങ്ങളിൽ നിന്ന് വലിയ ടാക്സ് പിരിക്കുന്നവരാണെന്നും ആ ടാക്സ് പിരിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയി ഒന്നും കൊടുക്കേണ്ടതില്ലെന്നും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് ടാക്സ് വെച്ചാൽ ഞങ്ങൾ വലിയ തോതിൽ ടാക്സ് ഏർപ്പെടുത്തുമെന്നും നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ റഷ്യയുടെ യുദ്ധത്തിനെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ ജനാധിപത്യത്തിനൊപ്പം നിൽക്കുകയല്ല പകരം നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ പരമാധികാരം കൈയാളുന്ന ആളുകൾക്കൊപ്പം അതായത് പുട്ടിനൊപ്പം നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ പീനലൈസ് ചെയ്യുമെന്ന് പറയുന്ന നിലപാടുകളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കും. ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴിലും അവരുടെ ഈ പറയുന്ന പോലെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ ഇന്ത്യ നിന്നുകൊടുക്കില്ല. പണ്ട് ഇന്ദിരാഗാന്ധി ഇതുപോലെ നിന്നിട്ടില്ല. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ലിൻഡൻ ഡി ജസ്മസ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഉണ്ടായപ്പോഴും ഇന്ത്യ നിന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഷിപ്പുകളെ അതായത് ഇന്ത്യയിലേക്ക് വരുന്ന അന്ന് ഭക്ഷ്യധാന്യത്തിൽ നമുക്ക് വലിയ തോതിലുള്ള അപര്യാപ്തത ഉണ്ടായിരുന്നു. ആ അപര്യാപ്തതയെ മുതലെടുത്തുകൊണ്ട് ഷിപ്പുകൾ ഡിലേ ആക്കാൻ വേണ്ടി ലിൻഡൻ ബി ജസ്മസ് എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റൊണാൾഡ് റീഗൻ എന്ന് പറയുന്ന പ്രസിഡന്റ് വിളിച്ച് ഇന്ത്യയോട് 7 കപ്പൽപ്പടയെ ഞങ്ങൾ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ ഭീഷണികളെയും വലിയ പ്രതിസന്ധികളെയും അതിജീവിച്ച ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. താൽക്കാലികമായി നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയും ഒക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കും എന്നാണ് എനിക്ക് അമേരിക്കയോട് പറയാനുള്ളത്. അതിൽ അമേരിക്കക്ക് പ്രശ്നം തോന്നി തുടങ്ങിയതുകൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനാണ് ചൈനയോട് നിങ്ങൾക്ക് ഒരിക്കലും മിത്രമാകാൻ കഴിയില്ല, അവർ നിങ്ങളുടെ എക്കാലത്തെയും ശത്രുവാണെന്ന് ഈ പറയുന്ന പോലെ പീറ്റർ നവാരെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.